Blessing today. എൻ്റെ പേര് അന്നമ്മ ദാനിയ. ഞാൻ എന്നും രാവിലെ സൂര്യ ടി വിയിൽ ഈ ബ്ലെസ്സിങ് ടുഡേ പരിപാടി കാണാറുണ്ട്. മനസ്സ് വേദനിച്ചിരിക്കുന്ന സമയത്തൊക്കെ ഇത് കേൾക്കുമ്പോൾ വളരെ ആശ്വാസം തരുന്നൊരു പരിപാടിയാണിത്. ദൈവസന്നിധിയിലേക്ക് കൂടുതലായിട്ട് നമുക്ക് അടുക്കുവാനും നമ്മുടെ ജീവിതം ക്രമപ്പെടുത്തുവാനും ഒക്കെയും വളരെ നല്ലൊരു അവസരം തരുന്നൊരു പരിപാടിയാണ്. This program is sponsored by വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ എപ്പിസോഡ് നിങ്ങളുടെ ജീവിതത്തിലൊരു വലിയ അനുഗ്രഹമായി മാറട്ടെ. കഴിഞ്ഞ 100 കണക്കിന് എപ്പിസോഡുകൾ സ്പോൺസർ ചെയ്ത എല്ലാ സ്പോൺസേഴ്സിനോടും ബ്ലെസ്സിങ് ടുഡേ ടി വിയുടെ പാർട്ട്നേഴ്സിനോടും പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. ഈ എപ്പിസോഡ് പലർ ചേർന്ന കോ സ്പോൺസർഷിപ്പിലൂടെയാണ് സാധ്യമായിരിക്കുന്നത്. നമുക്ക് ചേർന്നതിലെ ഓരോ സ്പോൺസർക്കായി അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥന വിഷയങ്ങൾക്കായി കർത്താവിനോട് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. നല്ല യേശുവെ, ഞങ്ങളെല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കുന്നംകുളത്തു നിന്നുള്ള ഹെൻറി ജെയിംസിനും റെനിക്കുമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ ദമ്പതികളുടെ മകൾ അന്നയുടെ ബർത്ത്ഡേ ഇന്ന് അവർ സെലിബ്രേറ്റ് ചെയ്യുന്നല്ലോ. അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ കർത്താവെ അന്നമോളെ പ്രത്യേകിച്ച് അനുഗ്രഹിക്കുന്നു. മക്കൾ 2 പേരെയും ഐസക്കിനെയും കർത്താവ് ഞങ്ങൾ ചേർത്ത് അനുഗ്രഹിക്കുന്നു. അന്നമോൾക്കും ഐസക്കിനും വിദ്യാഭ്യാസ നന്മകളും ഭാവിയിലെ അനുഗ്രഹങ്ങളും നൽകി അങ്ങ് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹെൻറിക്കും റെനിക്കുമായി പ്രാർത്ഥിക്കുന്നു. ഒരു കുടുംബ ജീവിതത്തിൽ അങ്ങ് ചൊരിയുന്ന എല്ലാ അനുഗ്രഹങ്ങളും കർത്താവ് ഈ കുടുംബത്തിൽ വന്നു ചേരട്ടെ. താങ്ക് യു ജീസസ്. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ അന്നമോൾ. അപ്പോൾ തന്നെ നമുക്ക് അടുത്ത സ്പോൺസേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കാം. മുംബൈയിൽ നിന്നുള്ള വെൽവിഷർക്കായി ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. തൻ്റെ മകൻ്റെ ബർത്ത്ഡേ ഓഗസ്റ്റ് 24 സെലിബ്രേറ്റ് ചെയ്തല്ലോ. കർത്താവെ, ഈ സമയത്ത് ആ മകനെ അനുഗ്രഹിക്കുന്നു. ഭർത്താവിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ജോലിയിൽ വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ. ജോലിയിലുള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കടബാധ്യതകൾ ഈ കുടുംബത്തിൽ നിന്ന് മാറിപ്പോകട്ടെ. സകല ദൈവിക നന്മകളാലും അനുഗ്രഹങ്ങളാലും ഈ കുടുംബം നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ചങ്ങനാശ്ശേരിയിൽ നിന്നുള്ള എബ്രഹാമിന് വേണ്ടി ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. തൻ്റെ മകനും മകൾക്കും വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതുപോലെ എല്ലാ രോഗങ്ങളും മാറിപ്പോകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. മകൻ്റെ സാലറിയിൽ വലിയ ഇൻക്രിമെൻറ്റ് ഉണ്ടാകേണ്ടതിനായി ഞങ്ങൾ ഒരുമിച്ച് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ഫോർട്ട് കൊച്ചിയിൽ നിന്നുള്ള ജെസ്സി റാഫേലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തൻ്റെ മകൾ റീനയ്ക്ക് എത്രയും വേഗം ഏറ്റവും അനുയോജ്യനായ ഒരു ജീവിത പങ്കാളിയെ ലഭിക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ഭാവി ആ മകൾക്കുണ്ടാകട്ടെ. മകൻ ടാജിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കൂടുതൽ നല്ല ഒരു ജോലി ലഭിക്കാനും നല്ലൊരു ഭവനം ലഭിക്കാനും കർത്താവ് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. USA നിന്നുള്ള വെൽവിഷർക്കായി പ്രാർത്ഥിക്കുന്നു. മൂത്ത മകൻ അജിത്തിന് തൻ്റെ ആ 2 കൈയിലുമുള്ള വേദന യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ, സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്. കൊച്ചുമകൾ റോഷന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആ മകൾക്ക് നല്ല ഒരു ജീവിത പങ്കാളിയെ കർത്താവ് കൊടുക്കണമേ. താങ്ക് യു ജീസസ്. അതുപോലെ തന്നെ UAE നിന്നുള്ള വെൽവിഷർക്കായി പ്രാർത്ഥിക്കുന്നു. തൻ്റെ ഭർത്താവിന് ആരോഗ്യവും അതുപോലെ സകല രോഗങ്ങളിൽ നിന്നുമുള്ള സൗഖ്യവും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. നല്ലൊരു കുടുംബജീവിതത്തിനായി പ്രാർത്ഥിക്കുന്നു. മകൻ്റെ ആരോഗ്യത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. Thank you all sponsors once again for sponsoring today's episode.
യേശുവിനെ കുറിച്ച് അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായം 38-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, നസറായനായ യേശുവിനെ ദൈവം തൻ്റെ ശക്തിയാലും പരിശുദ്ധാത്മാവിനാലും അഭിഷേകം ചെയ്തു. എന്നിട്ട് അവൻ നന്മ ചെയ്തും പൈശാചിക ശക്തികൾ ഉള്ളവരെ അതിൽ നിന്ന് വിടുവിച്ചും രോഗികളെ സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ച വാർത്ത നിങ്ങൾ അറിയുന്നുവല്ലോ. അതിൻ്റെ അർത്ഥം യേശു ഈ ഭൂമിയിൽ ജീവിച്ചപ്പോഴും തനിക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ആവശ്യമായിരുന്നു. യേശു ദൈവമായിരുന്നിട്ടും ദൈവത്തിൻ്റെ പുത്രനായിരുന്നിട്ടും തനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ആവശ്യമായിരുന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എത്ര അധികം നമുക്ക് ആവശ്യമുണ്ട്. നാം സാധാരണ മനുഷ്യരാണ്. നമുക്ക് എത്രത്തോളം പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ആവശ്യമുണ്ട്. മത്തായി എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 1-ാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്നത്, യേശു 12 ശിഷ്യന്മാരെ അരികിലേക്ക് വിളിച്ചു. അവരുടെ പേരുകളെല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ പലർക്കും അവരുടെ പേരുകൾ അറിയാം. യേശു 12 ശിഷ്യന്മാരെ അരികിൽ വിളിച്ചിട്ട് യേശു അവരോട് പറഞ്ഞത്, പൈശാചിക ശക്തികളെ പുറത്താക്കുവാനും രോഗികളെ സൗഖ്യമാക്കുവാനും മരിച്ചവരെ ഉയർപ്പിക്കുവാനും ഞാൻ നിങ്ങൾക്ക് ശക്തിയും അധികാരവും നൽകുന്നു. എല്ലാവരും ചേർന്ന് പറയുക, ശക്തിയും അധികാരവും. ഉറക്കെ പറയാമോ? യേശു എന്താണ് നമുക്ക് നൽകാൻ ആഗ്രഹിക്കുന്നത്? ശക്തിയും അധികാരവും നൽകുവാൻ അവൻ ആഗ്രഹിക്കുന്നു. തൻ്റെ ശിഷ്യന്മാർക്ക് കർത്താവ് കൊടുത്തത് ശക്തിയും കൊടുത്തു, അധികാരവും കൊടുത്തു. ഹല്ലേലൂയ. ഇങ്ങനെ അധികാരം പ്രാപിച്ച ശിഷ്യന്മാർ യേശു 2 പേരായി അവരെ അയച്ചപ്പോൾ അവർ പല പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും ചെന്ന് രോഗികളെ സൗഖ്യമാക്കി. യേശുവിൻ്റെ നാമത്തിൽ അവർ കൈവച്ചപ്പോൾ, പ്രാർത്ഥിച്ചപ്പോൾ, ചിലർക്ക് വേണ്ടി എണ്ണപൂശി പ്രാർത്ഥിച്ചപ്പോൾ രോഗികൾ സൗഖ്യമായി. അപ്പോൾ യേശുവിലുണ്ടായിരുന്ന ശക്തിയും യേശുവിലുണ്ടായിരുന്ന അധികാരവും താൻ തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു. ഇത് ഇന്നും തുടരുകയാണ്. നമ്മുടെ വിദ്യാഭ്യാസം അവൻ നോക്കുന്നില്ല, നമ്മുടെ ഉയരം അവൻ നോക്കുന്നില്ല, നിറം അവൻ നോക്കുന്നില്ല, സ്ത്രീയാണോ പുരുഷനാണോ അതും അവൻ നോക്കുന്നില്ല. യേശുവിൻ്റെ അടുക്കൽ വന്നാൽ ആവശ്യപ്പെടുന്നവർക്ക്, ആഗ്രഹിക്കുന്നവർക്ക്, അത് വിശ്വസ്തയോടെ കൊണ്ടുപോകും എന്ന് പറയുന്നവർക്ക് അവൻ ഇന്നും ശക്തിയും അധികാരവും നൽകുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 19-ഉം 20-ഉം വാക്യങ്ങൾ വായിച്ച് നമുക്ക് കേൾക്കാം. പാമ്പുകളെയും തേളുകളെയും ചവിട്ടി മെതിക്കുവാനും ശത്രുവിന്റെ സകല ശക്തിയെയും കീഴടക്കുവാനും ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു. ഒന്നും നിങ്ങൾക്ക് ഒരു ദോഷവും വരുത്തുകയില്ല. ഇവിടെ യേശു പാമ്പുകളെയും തേളുകളെയും എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കാണുന്ന അണലിപ്പാമ്പിനെയോ മൂർഖൻ പാമ്പിനെയോ ചേരപ്പാമ്പിനെയോ അല്ല. പാമ്പുകളും തേളുകളും എന്ന് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് വിവിധ തരം പൈശാചിക ശക്തികളെയാണ്, ദുരാത്മാക്കളെയാണ്. എനിക്കറിയാം, പലരും ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന സാക്ഷ്യങ്ങൾ പോലെ പലരും പല രീതിയിലുള്ള പൈശാചിക ശക്തികളാൽ ഉപദ്രവിക്കപ്പെടുന്നവരായിട്ടുണ്ട്. ഇന്നിവിടെ ഇരിക്കുന്നവരിലും പലരും ജീവിതത്തിൽ പല പൈശാചിക ശക്തികളുടെ ഉപദ്രവങ്ങളിലൂടെ പോകുന്നവരുണ്ട്. എനിക്ക് നിങ്ങളോട് ഒരു വലിയ സന്തോഷ വാർത്ത പറയുവാനുള്ളത്, ഈ ദുരാത്മാക്കളെ ചവിട്ടി മെതിക്കുവാനുള്ള അധികാരം ഇന്ന് ദൈവം നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ സ്റ്റേജിലിരിക്കുന്നവർക്കല്ല, എല്ലാവർക്കും കർത്താവ് നൽകാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് നമുക്ക് നൽകുന്ന ശക്തിയാലും അധികാരത്താലും ഏത് പൈശാചിക ശക്തി നമ്മെ ഉപദ്രവിക്കാൻ വന്നാലും അതിൻ്റെ മുകളിൽ ഒരു അധികാരവും ഒരു ശക്തിയുമാണ് കർത്താവ് നമുക്ക് നൽകുന്നത്. ഇനിയും ആ ശക്തികളുടെ അടിമയായിട്ടല്ല, ആ ശക്തികളെ ചവിട്ടിമെതിക്കുവാനുള്ള അധികാരം കർത്താവ് ഇന്ന് ഈ ഇരിക്കുന്ന ജനത്തിൻ്റെ മേൽ പകരാൻ ആഗ്രഹിക്കുന്നു. കൈകളടിച്ച് ഈ കർത്താവിന് നന്ദി പറയാം. 19-ാമത്തെ വചനത്തിൻ്റെ അവസാനം പറയുന്നത് ഇങ്ങനെയാണ്, യാതൊന്നും നിങ്ങൾക്ക് ഒരു ദോഷവും ചെയ്യുകയില്ല. ഈ പൈശാചിക ശക്തിയിൽ ഒരിക്കലും നിങ്ങളെ തിരിച്ചാക്രമിക്കാൻ പോകുന്നില്ല.
കാരണം നിങ്ങളുടെ മേൽ ഞാൻ എൻ്റെ ശക്തിയും അധികാരവും തന്നിരിക്കുകയാണ്. പക്ഷേ എപ്പോഴും ഓർക്കുക, എന്ത് നാം വിശ്വസിക്കുന്നുവോ അത് മാത്രമേ നമ്മൾ അനുഭവിക്കുകയുള്ളൂ. ഇതൊക്കെ ബൈബിളിൽ വായിച്ചാലും ചിലർ വിശ്വസിക്കും, അയ്യോ ഞാൻ വലിയ പ്രാർത്ഥനക്കാരിയൊന്നുമല്ല, എനിക്ക് വചനവും അധികമൊന്നും അറിഞ്ഞുകൂടാ, ജീവിത വിശുദ്ധിയും വളരെ കുറവാണ്, അതുകൊണ്ട് ഇങ്ങനെയുള്ള അധികാരമൊക്കെ സ്പെഷ്യലായി ചിലർക്ക് കൊടുക്കുന്നതായിരിക്കും, എനിക്ക് ആ അധികാരമില്ല എന്നൊരാൾ വിശ്വസിച്ചാൽ പൈശാചിക ശക്തികൾ നിങ്ങളെ അടിമയാക്കും. എന്നാൽ ഒരാൾ വിശ്വസിക്കുകയാണ്, ഇല്ല, എൻ്റെ യോഗ്യതയിലല്ല ഞാൻ പൈശാചിക ശക്തികളെ പുറത്താക്കുന്നത്, യേശുവിൻ്റെ നാമത്തിലുള്ള അധികാരത്തിലാണ്, അതുകൊണ്ട് ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഇതുവരെ എന്നെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പൈശാചിക ശക്തികളുടെ മേൽ ചവിട്ടി മെതിക്കും എന്ന് വിശ്വസിച്ചാൽ ആ ദിവസം പൈശാചിക ശക്തികൾ അവർക്ക് കീഴടങ്ങും. എത്ര പേർ ഹല്ലേലൂയ പറയും? കൈകൾ രണ്ടും ഉയർത്തി കർത്താവിനെ സ്തുതിക്കാമോ? കൂടുതൽ ശബ്ദത്തിൽ സ്തുതിക്കാമോ? കരങ്ങൾ വീശിക്കൊണ്ട് കർത്താവിനെ സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. കൂടുതൽ ഉച്ചത്തിൽ ഒരു ഹല്ലേലൂയ പറയാമോ? ഞാനിന്ന് വിശ്വസിക്കുന്നു, ഇന്ന് നിങ്ങളിവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അധികാരത്തോടും ശക്തിയോടും കൂടിയാണ് പോകാൻ പോകുന്നത്. അടിമയായിട്ടല്ല, ഇതുവരെ നിങ്ങളെ അടിമയാക്കിക്കൊണ്ടിരുന്ന സകലത്തെയും അടിമയാക്കുവാൻ, ശത്രുക്കൾക്കൊരു ഭീഷണിയായി മുന്നോട്ട് പോകാൻ, ഇതുവരെ പലതും നിന്നെ ഭീഷണിപ്പെടുത്തിയെങ്കിൽ നിന്റെ ശക്തിയും അധികാരവും അവർക്ക് ഒരു ഭീഷണിയായി മാറാൻ പോകുകയാണ്. അതുപോലൊരു കൃപയോടും ശക്തിയോടും കൂടെ കർത്താവ് ഇന്ന് നിന്നെ നിറച്ച് ഇവിടെ നിന്ന് പറഞ്ഞേക്കാൻ ആഗ്രഹിക്കുന്നു. സ്വീകരിക്കേണ്ടവർക്കെല്ലാം അത് സ്വീകരിക്കാം. ഹല്ലേലൂയ. 2 കൊരിന്ത്യർ 4-ാം അധ്യായം 7-ാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട സത്യമാണ്. 2 കൊരിന്ത്യർ 4-ാം അധ്യായം 7-ാമത്തെ വചനം. ബട്ട് വി ഹാവ് ദിസ് ട്രഷർ ഇൻ ജാർസ് ഓഫ് ക്ലേ ടു ഷോ ദാറ്റ് ദിസ് ഓൾ സർപാസിംഗ് പവർ ഈസ് ഫ്രം ഗോഡ് and not from us. അതൊന്ന് വായിച്ചു കേൾക്കാം. എന്നാൽ സർവോന്നതമായ ഈ ശക്തി, എന്നാൽ ഈ വലിയ ശക്തി അഥവാ അത്യന്ത ശക്തി ഞങ്ങളിൽ നിന്നുള്ളതല്ല, ഞങ്ങളിൽ നിന്ന് ഉള്ളത് അല്ല, ദൈവത്തിൽ നിന്ന് തന്നെ ഉള്ളതാണെന്ന്, ദൈവത്തിൽ നിന്ന് തന്നെ ഉള്ളതാണെന്ന് വെളിപ്പെടേണ്ടതിന് ഈ നിക്ഷേപം മൺപാത്രങ്ങളിലാണ് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. മൺപാത്രങ്ങളിലാണ് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. ഇതിന്റെ അർത്ഥം ഇതാണ്, ദൈവം നൽകുന്ന ഈ സൂപ്പർ നാച്ചുറൽ പവർ, കർത്താവ് നൽകുന്ന ശക്തി പ്രകൃത്യാതീതമായ അല്ലെങ്കിൽ അമാനുഷികമായ ശക്തിയാണ്. ഈ ശക്തി ദൈവം പകരുന്നത് മൺകൂടാരങ്ങളിലാണ്. മൺകൂടാരങ്ങൾ എന്നുദ്ദേശിച്ചിരിക്കുന്ന നമ്മുടെ ശരീരങ്ങളെയാണ്. ഈ ശരീരത്തിലാണ് ദൈവം തൻ്റെ ശക്തിയെ പകരുന്നത്. ഒരു സാധാരണ വീട്ടമ്മയാകാം നിങ്ങൾ, പക്ഷേ ദൈവം തൻ്റെ അത്യന്ത ശക്തി നിങ്ങളുടെ മൺകൂടാരത്തിൽ അഥവാ നിങ്ങളുടെ ശരീരത്തിൽ പകരുവാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് യേശു കർത്താവ് ഇങ്ങോട്ട് വരുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജോയൽ അല്ലെങ്കിൽ യോവേൽ എന്ന് പറയുന്ന പ്രവാചകൻ ഇപ്രകാരം പ്രവചിച്ചു, അന്ത്യകാലത്ത് ദൈവം സകല ജഡത്തിൻ്റെ മേലും അഥവാ സകല ശരീരങ്ങളുടെ മേലും തൻ്റെ ശക്തിയെ പകരും. ഹല്ലേലൂയ. എല്ലാ ശരീരങ്ങളുടെ മേലും പകരും. ഏത് മതപശ്ചാത്തലം എന്നുള്ളത് ദൈവം നോക്കുന്നില്ല. ദൈവം പറയുന്ന അന്ത്യകാലത്ത് എൻ്റെ സകല കുഞ്ഞുങ്ങളുടെ മേലും എല്ലാ ശരീരങ്ങളുടെ മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. ഹല്ലേലൂയ. നിങ്ങളുടെ പ്രായം എത്രയായാലും നോ പ്രോബ്ലം, കാരണം അതിനുശേഷം പറയുന്നത് നിങ്ങളുടെ പുത്രന്മാരുടെ മേലും പുത്രിമാരുടെ മേലും ഞാനത് പകരും. നിങ്ങളുടെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും എൻ്റെ ആത്മാവിനെ പകരും. പ്രായമുള്ളവർ സ്വപ്നങ്ങളെ കാണും, യുവാക്കന്മാർ ദർശനങ്ങൾ ദർശിക്കും. എന്ന് വെച്ചാൽ there is no age barrier, പ്രായവ്യത്യാസം ഒന്നും നോക്കാതെ എല്ലാവരുടെ മേലും ദൈവം തൻ്റെ ശക്തിയെ പകരാൻ ആഗ്രഹിക്കുന്നു. ഞാൻ കണ്ടിട്ടുണ്ട് വളരെ കൊച്ചു കുഞ്ഞുങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ നിറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. വളരെ പ്രായമുള്ളവർ പരിശുദ്ധാത്മാവിൽ നിറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. യുവതി യുവാക്കന്മാർ പരിശുദ്ധാത്മാവിൽ നിറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്.
മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള സഹോദരി സഹോദരന്മാർ പരിശുദ്ധാത്മാവിൽ നിറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ എല്ലാവരെയും തൻ്റെ ആത്മാവിൻ്റെ ശക്തിയാൽ നിറയ്ക്കുവാൻ ഇന്ന് ദൈവത്തിന് ഇഷ്ടമുണ്ട്. ഈ ദിവസങ്ങളെ പറയുന്നത് ദീസ് ആർ ദ ഡേയ്സ് ഓഫ് ജനറൽ പോറിംഗ് ഔട്ട് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിൻ്റെ പൊതുവായ എല്ലാവരുടെ മേലുമുള്ള പകർച്ചയുടെ ഒരു സമയമാണ്. ആ തലമുറയിലാണ് നമ്മൾ ഇന്ന് ജീവിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അകത്ത് ഉള്ളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, കർത്താവേ, ഇന്ന് ഞാൻ മടങ്ങുമ്പോൾ ഒരു രോഗസൗഖ്യം മാത്രമല്ല, രോഗസൗഖ്യം എനിക്ക് വേണം. ഒരു സാമ്പത്തിക വിടുതൽ മാത്രമല്ല, അതെനിക്ക് വേണം. വീടിൻ്റെ പണി മാത്രമല്ല, വീടിൻ്റെ പണി നടക്കണം. കുഞ്ഞുങ്ങളുടെ വിവാഹം മാത്രമല്ല, അതും നടക്കണം. വീസ മാത്രമല്ല, വീസ വേണം. പക്ഷേ അതിനെല്ലാം ഉപരിയായി മത്തായി എഴുതിയ സുവിശേഷം 6:33 പറയുന്നു, മുൻപേ അവൻ്റെ നീതിയും രാജ്യവും അന്വേഷിക്കുവിൻ, അതോടുകൂടെ ഇതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുമ്പോൾ അതോടുകൂടെ ഭൗതികമായ ആവശ്യങ്ങൾ എല്ലാം നിറവേറ്റുവാൻ ദൈവം ബാധ്യസ്ഥനായി വരും. ഹല്ലേലൂയ. ഒരു കാര്യം ഓർക്കുക, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ഒരാൾ തൻ്റെ ശരീരത്തിൽ സ്വീകരിച്ചാൽ അയാളുടെ ശരീരം ദൈവത്തിൻ്റെ അഡ്രസ്സായി മാറുകയാണ്, ദൈവത്തിൻ്റെ മേൽവിലാസമായി മാറുകയാണ്. കാരണം ദൈവം അയാളുടെ ശരീരത്തിൽ വസിച്ച് ആ ശരീരം ദൈവത്തിൻ്റെ ആലയം അല്ലെങ്കിൽ മന്ദിരം ആയി മാറുകയാണ്. ഹല്ലേലൂയ. അതിനുശേഷം ദൈവം തന്നെ ആ ശരീരത്തിൻ്റെ ഉത്തരവാദിയായി മാറുന്നു. ബ്രദർ, ഈ അമ്മയുടെ പേര് അന്നമ്മ എന്നാണ്. താൻ പെരുമ്പാവൂർ സ്വദേശിനിയാണ്. ഓക്കെ. തനിക്ക് ഏകദേശം 30 വർഷമായി ശരീരം മുഴുവനും ഒരു വേദനയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ആ വേദന മറ്റുള്ളവരോട് പറയുമ്പോൾ, തൻ്റെ കുടുംബക്കാരോടെല്ലാം പറയുമ്പോൾ, മക്കളോട് പറയുമ്പോൾ അവർ പോലും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലായിരുന്നു വേദന. കാരണം ശരീരം വണ്ണം വെച്ചു, നല്ല രീതിയിൽ വണ്ണം വെച്ചു. പിന്നെ ആ വേദന എന്ന് പറയുന്നത് ഒരു കനം പോലെ, തൻ്റെ ശരീരത്തിന് ഒരു കട്ടി പോലെയായിരുന്നു. രാത്രി കാലങ്ങളിൽ ഉറങ്ങുവാൻ പറ്റുകയില്ല. പിന്നെ രാത്രിയിൽ ഫാൻ ഇട്ടൊന്നും കിടക്കാൻ പറ്റില്ല. തണുപ്പടിച്ചാൽ വീണ്ടും ആ വേദന കൂടുമായിരുന്നു. പച്ചവെള്ളത്തിൽ കുളിക്കാൻ പറ്റില്ല. ഇങ്ങനെ തുടങ്ങി വ്യത്യസ്തമായ രീതിയിലുള്ളൊരു അവസ്ഥയായിരുന്നു ഈ അമ്മച്ചിയുടെ. ഇതിനു വേണ്ടി ട്രീറ്റ്മെൻ്റ് എല്ലാം നടത്തി തിരുമിക്കുവാൻ വേണ്ടി പോയി. ശരീരം മുഴുവൻ തിരുമിച്ചു. എന്നിട്ടും ഈ രോഗത്തിനൊരു മാറ്റം സംഭവിച്ചില്ല. ഈ അമ്മച്ചി ഏകദേശം 2 വർഷത്തോളമായി നമ്മുടെ ബ്ലെസ്സിങ് ടുഡേ TV പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്നു. അമ്മച്ചി പറയുന്നത് ഇങ്ങനെയാണ്, കഴിഞ്ഞ 1 മാസം മുൻപ് അമ്മച്ചി എന്നാണെന്ന് ഓർക്കുന്നില്ല, അമ്മച്ചി TV കണ്ടുകൊണ്ടിരുന്നപ്പോൾ, ബ്ലെസ്സിങ് ടുഡേ പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്നപ്പോൾ അതിൽ ബ്രദർ രോഗവിഷയങ്ങളെല്ലാം പറഞ്ഞു പ്രാർത്ഥിക്കുകയുണ്ടായി. അമ്മച്ചി പറയുന്നത് ഇങ്ങനെയാണ്, ആ പ്രോഗ്രാമിന് ശേഷം, ബ്ലെസ്സിങ് ടുഡേ TV പ്രോഗ്രാം കണ്ടു കഴിഞ്ഞതിന് ശേഷം, അതിനുശേഷം തൻ്റെ ശരീരത്തിലൊരു തണുപ്പ്, അമ്മച്ചി പറയുന്നു എന്താണെന്ന് വ്യക്തമായി പറയാൻ പറ്റുന്നില്ല, ഒരു ശരീരം മുഴുവൻ തണുപ്പ് അനുഭവിച്ചു. അന്ന് രാത്രി ഉറങ്ങുമ്പോഴും കിടക്കാൻ നേരത്തും ഈ തണുപ്പ് അനുഭവിച്ചു. അന്ന് മുഴുവൻ ഒരു തണുപ്പ് ശരീരത്തിൽ ഒരു തണുപ്പുണ്ടായി. അമ്മച്ചി പറയുന്നു അന്നത്തെ ആ ദിവസത്തിന് ശേഷം താൻ രാത്രി കാലങ്ങളിൽ ഫാനിട്ട് കിടന്നുറങ്ങും, പച്ചവെള്ളത്തിൽ കുളിക്കും. ഇപ്പോ തൻ്റെ ശരീരത്തിൽ യാതൊരു വിധത്തിലുള്ള വേദനയുമില്ല. അന്നത്തെ ആ ദിവസം തന്നെ യേശു തൊട്ട് സൗഖ്യമാക്കിയെന്ന് താൻ സാക്ഷ്യപ്പെടുത്തുകയാണ്. അമ്മയ്ക്ക് ഇത് എത്ര വർഷം? 30 വർഷമായിട്ടുണ്ടായിരുന്നു. 30 വർഷമായി. 30 വർഷമായിട്ട് ഈ പ്രയാസം ഉണ്ടായിരുന്നു. അപ്പൊ തിരുമിയ മാറൂന്നും പറഞ്ഞുകൊണ്ട് തിരുമിച്ചു. ചവിട്ടി തിരുമി വൈദ്യര് ചവിട്ടി തിരുമി. എന്നിട്ട് മാറിയില്ല. അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ഇതിപ്പോൾ ഒരു 2-3 കൊല്ലം ഇങ്ങനെ കണ്ടു തുടങ്ങിയിട്ടെങ്കിലും 1 കൊല്ലമായിട്ട് നല്ലോണം വിശ്വസിച്ച് പ്രാർത്ഥിക്കും, തീരോളം ഇരിക്കും ഞാൻ. അപ്പൊ ഫാനിട്ട പള്ളിയിലൊക്കെ പോയാൽ ഫാൻ്റെ അടുത്തൊന്ന് മാറിയിരിക്കും. ഈ ഫാൻ ഇട്ടാൽ അപ്പൊ തന്നെ വേദനയും. ഇപ്പൊ ഇതുപോലെ അടുത്ത് മേശമേ ഫാൻ വെച്ച്, ഇപ്പോൾ തൊട്ടടുത്ത് മേശയിൽ ടേബിൾ ഫാൻ വെച്ച് കാറ്റ് കൊള്ളുന്നുണ്ട്, ഉറങ്ങാൻ സാധിക്കുന്നുണ്ട്. 30 വർഷമായിട്ട് ശരീരത്തിൽ മുഴുവൻ ഉണ്ടായിരുന്ന വേദനയെ കർത്താവ് എടുത്തു മാറ്റി. കൈകളുള്ളവരൊക്കെ കൈകൾ ശക്തിയോടെ അടിച്ച് യേശുവിന് നന്ദി പറഞ്ഞാൽ, കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് ഈ അമ്മയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ,
കൂടുതൽ ആരോഗ്യത്തോടും ആയുസ്സോടും കൂടെ മുന്നിലേക്ക് പോകാൻ സഹായിക്കണമേ. മാത്രമല്ല കർത്താവെ, ഈ സാക്ഷ്യം കാണുമ്പോൾ തന്നെ അനേകർ വിടുതൽ പ്രാപിക്കട്ടെ. ഏത് രോഗമായാലും സൗഖ്യമാകട്ടെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഈ സമയത്ത് വിശ്വാസത്തോടെ നമുക്കെല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഈ സമയത്ത് ഏത് രോഗമാണെങ്കിലും അതിൻ്റെ മേൽ ദൈവത്തിൻ്റെ കരം പ്രവർത്തിക്കുന്നതിനാൽ നന്ദി പറയും. ഇന്നാദ്യമേ തന്നെ ഞാൻ കാണുന്നത് ആസ്മ രോഗമുള്ള പലരെയും കർത്താവ് സൗഖ്യമാക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾ രാത്രിയിൽ ഉറങ്ങാൻ ബുദ്ധിമുട്ടായിരിക്കും, ബ്രീത്തിങ് പ്രോബ്ലം കൊണ്ട് വല്ലാതെ പ്രയാസപ്പെടുന്നു, ഇൻഹേലർ ഉപയോഗിക്കുന്ന മെഡിക്കേഷൻ ഉണ്ടായിരിക്കും. യേശുവിൻ്റെ അത്ഭുതകരമായ സൗഖ്യം ഇപ്പോൾ വന്നു ചേരും. അൽഫോൺസ എന്ന പേരുള്ളൊരു സഹോദരിയെ പ്രത്യേകിച്ച് എന്നെ എടുത്ത് കാണിക്കുന്നു. ആസ്മ രോഗം വല്ലാതെ മൂർച്ഛിച്ച് പ്രയാസപ്പെടുന്ന അൽഫോൺസ, വളരെ വ്യക്തമായി കർത്താവ് ആ സഹോദരിയെ സൗഖ്യമാക്കുന്നു. എന്നതുകൊണ്ട് അൽഫോൺസ മാത്രമല്ല സൗഖ്യമാകുന്നത്, ആർക്കും വിശ്വാസത്താൽ ആ രോഗസൗഖ്യത്തെ ഇപ്പോൾ സ്വീകരിക്കാം. ഇൻ ജീസസ് നെയിം. താങ്ക് യു ജീസസ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. അതുപോലെ അന്നനാളത്തിന് പ്രയാസമുള്ള പലരെയും കർത്താവ് സൗഖ്യമാക്കുന്നുണ്ട്. ആമാശയത്തിനകത്ത് പ്രയാസമുള്ളവർ സൗഖ്യമാകട്ടെ. വിവിധ രീതിയിലുള്ള ക്യാൻസർ സൗഖ്യമാകട്ടെ. ഇൻ ജീസസ് നെയിം. ഹെപ്പറ്റൈറ്റിസ് ബി, സി തുടങ്ങിയതിലെല്ലാം യേശുവിൻ്റെ നാമത്തിൽ പരിപൂർണ്ണ വിടുതൽ ഉണ്ടാകട്ടെ. അപൂർവമായ രോഗങ്ങൾ ഈ സമയത്ത് സൗഖ്യമാകുന്നുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾ ഒത്തിരി ചെക്കപ്പുകൾ നടത്തി, പല മരുന്നുകൾ പ്രയോഗിച്ചു നോക്കി, പക്ഷേ പരിഹാരമില്ലാതെ ദൈവത്തെ വിളിക്കുന്ന ചില വ്യക്തികൾ, അപൂർവ രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. തോളെല്ലിൽ പ്രയാസമുള്ള ഒരു വ്യക്തി കർത്താവ് ഭയങ്കരമായ സിവിയർ പെയിൻ, കൈ ഉയർത്താനൊന്നും കഴിയാതെ തോളെല്ലിൽ പ്രയാസമുള്ള ചില വ്യക്തികൾ സൗഖ്യമാകട്ടെ. ആർത്രൈറ്റിസ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. സന്ധികളിലുള്ള വേദന മാറിപ്പോകട്ടെ. അതുപോലെ അസ്ഥികൾക്കകത്ത് മജ്ജയിൽ പ്രയാസമുള്ള വ്യക്തികളെ കർത്താവ് സൗഖ്യമാക്കുന്നുണ്ട്. ശരീരത്തിലെ ചില ഗ്ലാൻഡുകളിൽ എന്തോ ഒന്ന് വന്ന് സ്വെല്ല് ചെയ്ത് വീർത്ത് ഭയങ്കരമായ പ്രയാസപ്പെടുന്ന വ്യക്തികൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഇടയ്ക്കിടയ്ക്ക് തലചുറ്റി വീഴുന്ന ചില വ്യക്തികളെ കർത്താവ് സൗഖ്യമാക്കുന്നു. ഇൻ ജീസസിനെ. വിവിധ രീതിയിലുള്ള അലർജികൾ സൗഖ്യമാകട്ടെ. കുഞ്ഞുങ്ങളില്ലാത്ത ഭാര്യയോ ഭർത്താവോ ഒരുമിച്ചിരുന്നോ പല സ്ഥലത്തിരുന്നുകൊണ്ട് ഇത് കാണുന്നെങ്കിൽ നിങ്ങൾ ഇപ്പോൾ വിശ്വസിക്കുക. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ മക്കളില്ലാത്ത ദമ്പതികളെ കർത്താവ് ഈ സമയത്ത് തൊട്ടനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിടുതലുകൾക്കായി നന്ദി പറയുന്നു. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ജീസസ്. വി വർഷിപ്പ് യു ലോർഡ്. വലിയ വിടുതലുകൾ കർത്താവ് ഈ സമയത്ത് അങ്ങ് റിലീസ് ചെയ്തിരിക്കാൻ നന്ദി പറയും. അതുപോലെ സ്പോണ്ടിലൈറ്റിസ് മൂലം പ്രയാസപ്പെടുന്ന വ്യക്തികൾ, ചില സമയത്തൊക്കെ കോളർ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്, പൂർണ്ണ സൗഖ്യമാണ്. ഇൻ ജീസസ് നെയിം. താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്. അതുപോലെ സഹോദരിമാരിൽ ഉണ്ടാകുന്ന ചില ഗൈനക് പ്രോബ്ലംസ് കർത്താവ് സൗഖ്യമാക്കും. ഇൻ ജീസസ് നെയിം. കർത്താവ് ഓരോരുത്തരെയും തൊട്ടതിനായി നന്ദി. സാമ്പത്തികമായ പ്രശ്നങ്ങളിലോ മറ്റുള്ള പ്രയാസങ്ങളിൽ കുരുങ്ങിക്കിടക്കുന്ന വ്യക്തികൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ, സൗഖ്യമാകട്ടെ. താങ്ക് യു ജീസസ്. കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ഈ വെള്ളിയാഴ്ച തലയോലപ്പറമ്പ് കോട്ടയം ജില്ലയിലാണ്. അവിടെയാണ് നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ. ടീമായി ഞങ്ങൾ വരുന്നുണ്ട്. നിങ്ങളും വരണം, ടീമായി വരണം, കുടുംബമായി ഫ്രണ്ട്സിനോടൊപ്പം ഒക്കെ ചേർന്ന് നിങ്ങളും വരിക. പിറ്റേ ദിവസം ശനിയാഴ്ച തിരുവല്ലയിലാണ് നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ. അതിലേക്കും വന്നു ചേരാവുന്ന എല്ലാവർക്കും വന്നു ചേരാം. ഇതിലെല്ലാം കർത്താവ് ധാരാളമായ അനുഗ്രഹങ്ങൾ ചുരിയുവാൻ ആഗ്രഹിക്കുന്നു. മാത്രമല്ല കഴിഞ്ഞ നാളുകളിൽ ബ്ലെസ്സിങ് ടുഡേയിലൂടെ
നിങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ എന്താണ് എന്ന് കേൾക്കാൻ വേണ്ടി കൂടിയാണ് ഞങ്ങൾ വരുന്നത്. അതുകൊണ്ട് ഇതുവരെ സാക്ഷ്യം പറഞ്ഞിട്ടില്ലാത്തവർ ദയവായി നേരത്തെ വന്ന് റിപ്പോർട്ട് ചെയ്ത് സാക്ഷ്യങ്ങൾ ദൈവനാമ മഹത്വത്തിനായി, മറ്റുള്ളവരുടെ വിശ്വാസത്തിനായി നിങ്ങൾ തന്നെ വന്ന് പറയണം. പലർക്കും ധാരണയുണ്ട് ഇതെല്ലാം തട്ടിപ്പാണെന്നും ഇതൊക്കെ പറയിപ്പിക്കുന്നതാണെന്നൊക്കെ ധാരണയുണ്ട്. നിങ്ങളുടെ നാട്ടിൽ നിന്ന് തന്നെ ഒരാൾ അനുഭവമുള്ളവർ വന്ന് പറയുമ്പോൾ അവർ ഇത് യാഥാർത്ഥ്യമാണ്, യേശു പ്രവർത്തിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കും. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. ബ്ലെസ്സിങ് ടുഡേയെക്കുറിച്ച് ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരാളോടെങ്കിലും ഇന്ന് തന്നെ ഇതിനെക്കുറിച്ച് പറയുക. ഗോഡ് ബ്ലെസ് യു. ബൈ. വെൽക്കം ബാക്ക് ടു ബൈബിൾ ആൻഡ് യു. ഇന്നത്തെ ചോദ്യം ഇതാണ്: അനീതി ചെയ്യുവാൻ ഭർത്താവിനെ ഉത്സാഹിപ്പിച്ച ഭാര്യ. A wife who urged her husband to do evil. Options: A. Isabel, B. Safira, C. Adalia, D. Novadia. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ABC or D സ്പേസ് നിങ്ങളുടെ പേരും പൂർണ്ണ മേൽവിലാസവും. ശരിയുത്തരം അയക്കുന്നവർക്ക് സമ്മാനങ്ങൾ നൽകുന്നത് OM Books ആണ്.